പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലുമാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത്. ഒന്നൊരു യുഗത്തിൻ്റെ അവസാനവും മറ്റൊന്ന് ഒരു യുഗത്തിൻ്റെ പിറവിയുമാണ്. ഇത് രണ്ടും വളരെ നിർണായകമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഹറാമാക്കപ്പെട്ട 2 മാസങ്ങളാണ്. ഒന്ന് ദുൽഹിജ്ജയാണ്. ഇനി നമ്മൾ വരവേൽക്കാനിരിക്കുന്ന മാസം എന്ന് പറയുന്നത് ഹിജ്രി കലണ്ടറിലെ, ഇസ്ലാമിലെ, ഒരു മുസ്ലിമിൻ്റെ വർഷത്തിലെ ആദ്യത്തെ മാസം, അതാണ് മുഹറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തിന് നമ്മൾ വളരെ ധന്യതയോടുകൂടെ യാത്ര പറയണം. പുതിയ ഒരു വർഷത്തിൻ്റെ ആരംഭത്തെ അതേ ധന്യതയോടെയും പ്രതിജ്ഞകളോടെയും കൂടെ നമുക്ക് സ്വാഗതം ചെയ്യണം. രണ്ടും ബറക്കത്തുള്ളതായി മാറണം എന്നർത്ഥം. ഒന്നിൻ്റെ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കവും അത് മുബാറക്കാവുക എന്നുള്ളത് ഒരു വിജയത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ നല്ല അമലുകളൊക്കെ ചെയ്ത് അമലുകളിലൂടെ ഒരു വർഷം അവസാനിക്കുന്നതും അമലുകളെ കൊണ്ട് ഒരു വർഷം തുടങ്ങുന്നതും അത് വല്ലാത്തൊരു ബൂസ്റ്റിംഗ് എനർജിയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. നമ്മളൊരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ജഅൽ അവ്വല ആമിന ഹാദാ സ്വലാഹ വ ഔസതഹു നജാഹ വ ആഖിറഹു ഫലാഹ യാ റബ്ബൽ ആലമീൻ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ തുടക്കവും അതിൻ്റെ മധ്യവും അതിൻ്റെ സായാഹ്നവും അന്ത്യവും ഒക്കെ സുപ്രധാനമാണ്. നമ്മളെ ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചോനെ അറിയുള്ളൂ, നമുക്കറിയില്ല. കഴിഞ്ഞൊരു വർഷം അള്ളാഹു നമുക്ക് തന്നു, ബുദ്ധിമുട്ടുകളില്ലാതെ, അലട്ടലില്ലാതെ ഒരു ഹിജ്രി കലണ്ടറിൽ ഒരു വർഷത്തെ വളരെ ധന്യമായി നമ്മളെല്ലാവരും കൊണ്ടുപോയി. അപ്പോൾ അതിനുള്ളൊരു ശുക്റും പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് കടക്കുമ്പോൾ അതിനൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയും ഒക്കെ തന്നെ കടന്നു വരേണ്ട ഒരു സന്ദർഭമാണ്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയക്രമമാണ്. നിഅമതാനി മഗ്ബൂനും ഫിഹിമാ കസീറും മിനന്നാസ്. മിക്ക ജനതയും വഞ്ചിതരായിരിക്കുന്നത് 2 അനുഗ്രഹങ്ങളിലാണ്. അനുഗ്രഹങ്ങൾ വഞ്ചിക്കാനുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഒരു ഇരയെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ചൂണ്ടയുടെ കൊളുത്തിൽ നമ്മൾ കൊരുത്തി വെക്കുന്നത് ഒരു ഇരയാണ്, ഒരു ജീവിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. ആ ഇരയെ കാണിച്ചിട്ടാണ് ആ ജീവിയെ ആകർഷിക്കുന്നത്. അതൊരു തരത്തിൽ ചീറ്റിംഗ് ആണ്. അതിൽ ആ ട്രാപ്പിൽ ആ പാവം മത്സ്യം അല്ലെങ്കിൽ ഏതാണോ അതിൻ്റെ വ്യാപന്നം അത് പെട്ടുപോവാൻ. അതുപോലെ നമ്മളെ ഒരു ചൂണ്ടലിൻ്റെ മുകളിൽ കൊരുത്തിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തന്ന ഒരു ഇരയാണ് അസ്വിഹത്തു വൽ ഫറാഹ്. നല്ല ആരോഗ്യമുള്ള സമയത്താണ് മനുഷ്യന് ഊർജ്ജം ഉണ്ടാവുക. ആരോഗ്യമുള്ള സമയത്താണല്ലോ ഓടാന്, ചാടാന്, പിടിക്കാന്, നടക്കാന്, അത് ചെയ്യാന്, സാഹസങ്ങളിൽ ഏർപ്പെടാന് ഒക്കെ മനുഷ്യന് വലിയൊരു പ്രമോഷനാണത്. മാത്രമല്ല അതിന് സമയം വേണം, സാവകാശം വേണം. അതാണ് അസ്വിഹത്തു വൽ ഫറാഹ്. ഒഴിവ് സമയവും അതുപോലെ തന്നെ ആരോഗ്യവും, ഇത് രണ്ടും സമ്മേളിക്കുന്ന യൗവനം, അല്ലേ? ഇത് രണ്ടും സംഗമിക്കുന്ന നമ്മുടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പ്. അപ്പം അതിനെ നമ്മൾ ശരിക്ക് കടിഞ്ഞാണിട്ട് പിടിക്കണമെന്നാണ്. അസ്ഹത്ത് വൽ ഫറാഗ്, ഒഴിവ് സമയവും ആരോഗ്യവും നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഗൗനിക്കേണ്ട നിങ്ങൾക്ക് നൽകപ്പെട്ട 2 അനുഗ്രഹങ്ങളാണ്. ആ 2 അനുഗ്രഹങ്ങളെയും മനുഷ്യൻ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മറ്റു കാലങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ നമുക്ക് എനർജി ഇവിടെ കൺസ്യൂം ചെയ്യാൻ കഴിയും, കൂലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ ഈ മുഹറം മാസം അതിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രതിജ്ഞ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ആവേശവും ഊർജവുമായി നമ്മുടെ ഒരു പുതിയ വർഷത്തെ ആ രീതിയിൽ മോൾഡ് ചെയ്യാൻ സഹായിക്കും എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധ്യമാകണം. അൽ വഖ്തു സൈഫുൻ, സമയം ഒരു ഖഡ്ഗമാണ്, സമയം ഒരു കരവാളാണ്. എന്തിനേയും ഛേദിച്ചു കളയുന്ന, എന്തിനേയും ഖണ്ഡിച്ച് കളയുന്ന, എന്തിനേയും കഷ്ണിച്ച് കളയുന്ന മൂർച്ചയുള്ള ഒരു പടവാളാണ് വഖ്ത്, ടൈം, സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ടുമോറോ ഈസ് ജസ്റ്റ് ആൻ ഐഡിയ. അതൊരു ഒരു ഐഡിയ മാത്രമാണ്. നാളെ എന്നൊന്നില്ല എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ നമ്മളോട് പറഞ്ഞത്. നാളെ എന്നൊന്നില്ല, നമ്മുടെ മുമ്പിലുള്ളത് ഓൺലി ടുഡേ. ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാണ്. അപ്പോൾ ഓരോ മൊമെൻറ്റിൻ്റെ വില മനസ്സിലാക്കുക. ഒരു വർഷത്തിൻ്റെ വില അറിയാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ, ഇനി എന്താവട്ടെ അവൻ്റെ കോഴ്സ് എന്താകട്ടെ,
ആ ഒരു വിദ്യാർത്ഥിയെ കണ്ട് കഷ്ടപ്പെട്ട് സാഹസപ്പെട്ട് എല്ലാത്തിൽ നിന്നും ചിന്തകളെ ഉച്ചാടനം ചെയ്ത ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുക ഒരു വർഷത്തിൻ്റെ മൂല്യം എന്താണ്. ആ കുട്ടി കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഒരു മാസത്തിൻ്റെ വില എന്താണെന്ന്. 9 മാസം ഗർഭിണിയായിട്ട് 9-ാം മാസം ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെട്ട ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ചിലപ്പം പറയാൻ കഴിയും. ഒരു ദിവസത്തിൻ്റെ വില എന്താണ് എന്നുള്ളത്. ദിവസക്കൂലിക്ക് പോകുന്ന ഒരു എംപ്ലോയി, അയാൾക്ക് ആ ദിവസത്തെ കൂലി കിട്ടിയിട്ട് വേണം കുടുംബത്തിൻ്റെ കഞ്ഞിയിൽ മണ്ണ് വീഴാതെ കാത്തു സൂക്ഷിക്കാൻ. അങ്ങനെ ആറ്റുനോറ്റ് മോഹിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുമോഹനമായ ഒരു ഉദ്യോഗം അന്നേ ദിവസം അദ്ദേഹത്തിന് വളരെ ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടാൽ ഒരു ദിവസത്തിൻ്റെ വില പറയാൻ ആ ഒരു ദിവസത്തോഴിക്കാരന് വളരെ കൃത്യമായി സാധിക്കും എന്നർത്ഥം. ഒരു മിനിറ്റിൻ്റെ വില അറിയാൻ, ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ട്രെയിന് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാഹനം നഷ്ടപ്പെട്ട് അതിൻ്റെ പേരിൽ ഒരു ജോലി പോയ ഒരാളെ കണ്ടാൽ അയാൾ പറഞ്ഞുതരും ഒരു മിനിറ്റിൻ്റെ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ വില എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് ചിലപ്പം പറഞ്ഞുതരാൻ കഴിയും. ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസം ചിലപ്പം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത്. ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ആക്സിഡൻറ്റിൽ നിന്ന് ഒരു തലനാരിയുടെ മുടിനാരിയുടെക്ക് രക്ഷപ്പെട്ടൊരു മനുഷ്യനെ ചിലപ്പം പറഞ്ഞുതരാൻ കഴിയും. സെക്കൻഡ് പോട്ടെ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഇമയൊന്ന് ചിമ്മി അതിനെ ഒന്ന് തുറക്കുന്ന ഒരു നിമിഷമാണ്, ഒരു മില്ലി സെക്കൻഡ്. ആ സെക്കൻഡിനെ വീണ്ടും ഭാഗിച്ചാൽ കിട്ടുന്ന സെക്കൻഡിലെ ഒരു അംശത്തിൻ്റെ വില ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത അത്ലറ്റിക്കിന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം അവിടെ മില്ലി സെക്കൻഡിൻ്റെ 4 വ്യത്യാസത്തിലായിരിക്കാം ചിലപ്പം ഗോൾഡ് മെഡൽ നഷ്ടമാകുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം അള്ളാഹു ഇവിടെ പ്രകൃതിയിൽ നൽകിയ ഓരോ മൊമെൻറ്റിനും വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മളെങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഗോൾ സെറ്റ് ചെയ്യണം. സത്യവിശ്വാസി വിശിഷ്യ നമുക്ക് എന്ത് ചെയ്യണം? ഏത് കാര്യത്തിനും ഡെഡ് ലൈൻ വേണം. ഡെഡ് ലൈൻ ഇല്ലാതെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനത് ചെയ്ത് തീർക്കും. അപ്പോൾ എൻ്റെ സാലറിയുടെ ഇത്ര ഭാഗം ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കും. എല്ലാത്തിനും ഗോൾ സെറ്റിംഗ് വേണം. ഈ ഗോൾ സെറ്റിങ്ങിനെ നമ്മൾ കാറ്റഗറി ചെയ്തിട്ട് തന്നെ തിരിക്കണം എന്നർത്ഥം. എൻ്റെ ഹെൽത്തിന്, അപ്പോൾ ഹെൽത്ത് ഗോൾ സെറ്റിങ്ങിൻ്റെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വ്യായാമ മുറകളിൽ ഏർപ്പെടണം, എക്സസൈസ് ചെയ്യണം, ജോഗിങ് ചെയ്യണം, വാമപ്പ് ചെയ്യണം. എൻ്റെ കലോറി എത്രയാണ് എന്ന് ഞാൻ ശ്രദ്ധിക്കണം. അതിൽ എൻ്റെ ശരീരം ഇത്ര ഇളകണം. അങ്ങനെ നമ്മൾ വ്യായാമമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗോൾ സെറ്റിങ്ങിൻ്റെ ഒരു കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്പർ 2, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുക ക്വാളിറ്റി ടൈം. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ശൃംഗാരമാകട്ടെ, സംസാരമാകട്ടെ, അവർ തമ്മിലുള്ള വളരെ തുറന്ന സന്ദർഭങ്ങളാകട്ടെ, അതാണ് ക്വാളിറ്റി ടൈം. അതിന് സമയം നീക്കി വെക്കണം. പാരൻസിന് സമയം നീക്കി വെക്കണം. ഉമ്മാൻ്റെ ക്ഷേമങ്ങളറിയാൻ, ഉപ്പാൻ്റെ ബുദ്ധിമുട്ടുകളറിയാൻ, രക്തബന്ധങ്ങളെ തിരിച്ചറിയാൻ, പെങ്ങളെ വീട്ടിലേക്ക് പോകാൻ, അമ്മായിയെ കാണാൻ, അയൽപ്പക്ക ബന്ധങ്ങളെ ചേർക്കാൻ. അപ്പോൾ ഇതിന് ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ കൃത്യമായി തിരഞ്ഞെടുത്ത് പിടിക്കണം. അതുപോലെ തന്നെ ഫാമിലി ടൈം. ഈ ഫാമിലി ടൈമിൽ പെട്ടതാണ് മക്കളെ പഠനം. മക്കളെ പഠനത്തിൽ നമുക്ക് കൃത്യമായ മോണിറ്ററിങ് വേണം. അവരുടെ പാരൻസിൻ്റെ മീറ്റിംഗ് ആവട്ടെ, അവരുടെ പഠനമാവട്ടെ, മദ്രസയിലെ വിഷയങ്ങൾ എൻ്റെ കുട്ടി ശ്രദ്ധിക്കേണ്ടോ? എൻ്റെ കുട്ടിക്ക് ഖുർആൻ ഓതാൻ കഴിയുണ്ടോ? ഒന്നുമില്ല, മോളെ ഒന്ന് ഓതിക്കൊണ്ടാ. രാവിലെ ഒരു 6 മണിക്ക് മോളെ വിളിക്കുക. മദ്രസയിലേക്ക് പോണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഉപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു. ഉപ്പാൻ്റെ മുമ്പിൽ, ഉമ്മാൻ്റെ മുമ്പിൽ എൻ്റെ കുട്ടി ഖുർആൻ തുറന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഓത്. കുട്ടിയുടെ തെറ്റുകൾ എന്താണ്? കുട്ടിക്ക് ഒഴുക്കം മട്ടത്തിൽ ഓതാൻ കഴിയുണ്ടോ? അത് ആ ഉസ്താദിനായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ കുട്ടിക്ക് ഓത്തിൽ കുറച്ച് വീക്കാണ്, അത് പരിഹരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഉസ്താദ് പറയുകയാണ് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പോർഷൻ കവർ ചെയ്യണം, സിലബസ് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു ട്യൂഷൻ കൊടുക്കുകയാണ്. അത് ഓൺലൈൻ ട്യൂഷനാകാം, ഓഫ്ലൈൻ ട്യൂഷനാകാം, അല്ലേ? ഇതൊക്കെ നമ്മൾ ഡെഡ് ലൈൻ ഇട്ട് പ്രവർത്തിച്ചാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. അപ്പം നമ്മൾ ഈ ഒരു കൊല്ലം ദുൽഹജ്ജ് കഴിഞ്ഞ കൊല്ലം ഹാജിമാർ പോയി, ആ ഹാജിമാരെ സ്വീകരിച്ച ഓർമ്മ ഇന്നലെ കഴിഞ്ഞ പോലെ ഇവിടെ ഇതാ യാതൊരു കലർപ്പും ഇല്ലാതെ നിലനിൽക്കുകയാണ്. ഈ കൊല്ലത്തെ ഹാജിമാർ ഇവിടെ വരാൻ പോവാൻ. എത്ര പെട്ടെന്നാണ് ഈ ദിവസങ്ങൾ കടന്നുപോയത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്ക്. ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ പഠിച്ചോനെ ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ഇന്നോവേറ്റീവായ എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിഞ്ഞത്? സീതാ ലെവലിൽ നേരം വെളുത്തു എണീറ്റു, എൻ്റെ ജോലിക്ക് പോയി, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ പുലർത്തി. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ? ആരവിടെ ജോലി എടുക്കാത്തത്? ഓരോരുത്തരുടെ പ്രൊഫഷൻ വ്യത്യസ്തമാണ്. പക്ഷേ
പുരോഗമനാത്മകമായ ഒരു കാര്യം ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെയ്തു, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ചെയ്തു, എൻ്റെ സമൂഹത്തിൽ ചെയ്തു, എൻ്റെ സമുദായത്തിൽ ചെയ്തു, എൻ്റെ ദീനിൽ ചെയ്തു. അത് നമ്മളോട് ചോദിക്കേണ്ട ഒരു സാധനമല്ലേ? ഇങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കണം. വാട്ട് യു മീൻ ബൈ സെൽഫ് ഡിസിപ്ലിൻ? സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഇത്ര മണിക്ക് ഡെഫിനിറ്റ്ലി ഞാൻ എണീക്കണം എന്ന് ഞാൻ എന്നോട് പറയുന്ന സാധനമാണ്. അങ്ങനെ നാളെ രാവിലെ ഏർലി മോർണിംഗിൽ എണീക്കുന്നു, സുബൈ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, വ്യായാമം ചെയ്യുന്നു, പ്രാതൽ കഴിക്കുന്നു, അത്യാവശ്യമൊക്കെ ചെയ്ത് ജോലിക്ക് പോയി നന്നായി ജോലി ചെയ്ത് 1-2 പൊതുപ്രവർത്തനങ്ങളും ചെയ്ത് അന്ന് രാത്രി അവനിങ്ങനെ കിടക്കുമ്പോൾ ഒരു ദുശ്ശീലത്തിലേക്ക് ഇന്ന ദിവസം ഞാൻ പോയിട്ടില്ല, ഒരു സമയത്തിൻ്റെ എൻ്റെ ഒരു മൊമെൻ്റ് പോലും ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ ദിവസം കിടക്കാൻ നേരത്ത് നമുക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് തോന്നുകയാണ്. ആര്? ഞാൻ എന്നെ ബഹുമാനിക്കാൻ, ഈ ചെയ്ത നിങ്ങളെ ബഹുമാനിക്കാൻ. ഇതാണ് സെൽഫ് ഡിസിപ്ലിൻ. അതാരാ ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മൾ മാത്രം ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമാണ്. നാട്ടുകാരുണ്ടാക്കേണ്ട സാധനമല്ല, വേറുള്ളവർ ഉണ്ടാക്കേണ്ട സാധനമല്ല. ഇത് തന്നെയല്ലേ ഇസ്ലാം പറയുന്നത്? ഡെഡ് ലൈൻ വെച്ചിട്ട് പ്രവർത്തിക്കണം എന്ന്. എന്തിനാ ലുഹർ തന്നത്? എന്നിട്ട് ആ ലുഹറിനെ നമ്മൾ അദാ എന്ന് വായിക്കുകയാണ്. സൂര്യൻ കുറച്ച് സ്ഥലത്തുനിന്ന് തെറ്റുമ്പോൾ പിന്നെ ഖളാ എന്ന് വായിക്കുകയാണ്. പിന്നെ പറയാൻ അസ്റാൻ കൊടുത്തു മോളെ. ആര്? മുസ്ലിമിൻ്റെ ആരാധനാ കർമ്മത്തിൻ്റെ വിളംബരത്തെ നമ്മുടെ അയൽപ്പക്കക്കാരിയായ ശാന്തമ്മ ചേച്ചി പോലും പറയാണ്. ചേച്ചിയുടെ മോൾ ഐശ്വര്യാനെ വിളിച്ചിട്ട് പറയാൻ, ഐശ്വര്യ അസർ ബാങ്ക് കൊടുത്തു. സമയം എന്തേ? ഒരു ഡെഡ് ലൈൻ കഴിഞ്ഞു, അടുത്ത ഡെഡ് ലൈനിലേക്ക് കടന്നു. മഗ്രിബ്. അള്ളാഹു ഒരു ദിവസത്തെ 5 നേരം ഇങ്ങനെ ഒരു റിമൈൻഡർ കോൾ വെച്ചിട്ട് നമുക്ക് തന്നിരിക്കാൻ, അസംബിൾ ചെയ്താണ്ട് തന്നിരിക്കാൻ. എന്തിനാ അറിയോ? നമ്മളിങ്ങനെ ഓർക്കാനാണ്. സുബൈ കഴിഞ്ഞു, സുബൈക്ക് തൊലു ഉണ്ടാകും. കലണ്ടർ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഉദയം ഉണ്ടാകും. ഉദയം, ആ ഉദയം എന്ന് കണ്ടാൽ പിന്നെ എൻ്റെ നിസ്കാരം ഖളാ ആണ്. നമ്മൾ ചിന്തിക്കാൻ, ളുഹർ അതാ ഉണ്ട്, ഖളാ ഉണ്ട്. അസർ അതാ ഉണ്ട്, ഖളാ ഉണ്ട്. മഗ്രിബ്, ഇശാ എല്ലാം അങ്ങനെയാണ്. ഒരു ദിവസം 5 നേരം നമ്മളെ പറ്റിയിട്ട് തന്നെ ശ്രദ്ധിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള എൻ്റെ കടമ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ട്, അങ്ങനെയെങ്കിൽ സമുദായത്തോട്, സമൂഹത്തോട്, കുടുംബത്തോട്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളോട്, ദാമ്പത്യത്തോട്, മക്കളോട് എത്ര വലിയ പൊരുത്തപ്പെടലുകൾ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും നടത്തണം എന്ന് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയണം. അത് മസ്റ്റാണ്, വ്യക്തി ജീവിതത്തിൽ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ നോർമലി വീട്ടിലൊക്കെ ഇതൊരു പരിശീലന കളരിയായിട്ട് കൊണ്ടുവരണം. വീട്ടിൽ ഇപ്പോൾ ഒരു ഷർട്ട്, നമ്മളെ ഭാര്യ, നമ്മളെ മക്കളോ ഒരു തുണി മടക്കി വെക്കുകയാണ്. ആ തുണി മടക്കി വെക്കുന്നിടത്തുള്ള ഉദാസീനത, അലംഭാവം, ആലസ്യം, അവധാനത, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അശ്രദ്ധമായ സാവകാശം, അങ്ങനെ ഒരു അഴകുഴമ്പൻ സമീപനത്തിൽ ഇങ്ങനെ അല്ലേ, അത് വളരെ പെട്ടെന്ന് ഇതിന് ഇത്ര സമയം മതി എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയണം. കുക്കിംഗ് ഇത്ര സമയം മതി കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഒരുക്കങ്ങൾക്ക് ഇത്ര സമയം മതി. ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യാത്ര ചെയ്യുന്ന ജന്മങ്ങളൊന്നും അല്ലല്ലോ. എത്ര യാത്രകൾ നമ്മൾ പോയിട്ടുണ്ട്. ആ പരിപാടി, ഈ പരിപാടി, അത് മീറ്റിംഗ് ആകാം, ഗ്യാതറിംഗ് ആകാം, സെലിബ്രേഷൻ ആകാം, എന്തോ ആവാം. പക്ഷെ അവിടെയൊക്കെ ഒരു മനുഷ്യൻ ഒരുങ്ങുക എന്നുള്ളത് മുൻധാരണകളോട് കൂടെ കാണാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുകയാണ്. ആ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുകയാണ്. ആ ഒരുങ്ങുന്ന നേരത്ത് ഇതിനു വേണ്ടിയിട്ട് പുറപ്പെടുക. ആ സമയത്ത് കറണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവില്ല. എന്തൊക്കെ ക്രമങ്ങളാണ് അതിൻ്റെ പേരിൽ തെറ്റിപ്പോകുന്നത്. ഒരാൾ ഡിലേ ആയി കഴിഞ്ഞാൽ എത്ര ആളുടെ സമയത്തിൻ്റെ, ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. മനുഷ്യന്മാർ സമയത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും. ചില ആൾക്കാരാണെങ്കിൽ സമയത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. സമയം എങ്ങനെ നഷ്ടപ്പെട്ടാലും അവർ ആ വിഷയം തന്നെ അറിഞ്ഞിട്ടുണ്ടാകില്ല. അവർ വലിയ ദ്രോഹം ചെയ്യേണ്ടത്. കാരണം അവരെ സമയം നഷ്ടപ്പെടുത്താമെന്ന് മാത്രമല്ല, വേറുള്ളവൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറിയിട്ട് അവൻ്റെ ഓരോ മൊമെൻറ്റുകളെയാണ് വർത്തമാനം പറഞ്ഞാണ്ട് നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ സമയത്തിന് വില കൊടുക്കാത്ത ആളാണെങ്കിൽ, നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ അത്യാവശ്യം വായനയുള്ള ആളാണ്, നല്ല ചിന്തയുള്ള ആളാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം കാണുന്ന ആളാണ്. അങ്ങനെ അയാൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അയാളെ ഫ്രീ ആക്കുക എന്നുള്ളതെങ്കിലും നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു കോൺട്രിബ്യൂഷനാണ്. കാരണം എന്താണ്? ഇല്ലെങ്കിൽ നമ്മൾ സ്വയം പിഴക്കുക, വേറുള്ളവരെ പിഴപ്പിക്കുക, വാലും മുതലുമായി മാറുകയാണ്. സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതിൽ സമയത്തൊക്കെ നമ്മൾ ഓരോ വിഭാഗങ്ങളായിട്ട് ഡീസെൻട്രലൈസ് ചെയ്യുമ്പോൾ, ഈ വികേന്ദ്രീകരണം നടത്തുമ്പോൾ അതിൽ അർജൻ്റ് ഉണ്ട്.
നോട്ട് അർജൻറ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നോട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അല്ലേ? അതിനെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഇപ്പം അർജൻറ്റ് എന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് ഇടപെടേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ആൾ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അൺകോൺഷ്യസ് ആയി, ആ പരിപാടിയൊക്കെ തൽക്കാലം നമ്മൾ മാറ്റി വെച്ചിട്ട് അയാളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അയാളെ ശ്രദ്ധിക്കാൻ, അയാളിലേക്ക് ഇറങ്ങാൻ. ഇപ്പം എല്ലാ കാര്യവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണോ? അർജൻ്റ് അല്ലാത്ത എത്ര കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എത്ര കാര്യങ്ങളുണ്ട്. അപ്പം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ്? ആ ഇമ്പോർട്ടൻറ്റിന് പ്രിവിലേജ് കൊടുക്കുന്ന, അതിന് പ്രിഫർ ചെയ്യുന്ന രീതിശാസ്ത്രങ്ങൾ നമ്മളെ കുടുംബത്തിൽ തന്നെ വളർന്നു വന്നാൽ, ഒരു കുടുംബത്തിൽ 5 ആളുണ്ടെങ്കിൽ 6 ആളുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ 6 പെരുക്കണം 1 മണിക്കൂർ. അപ്പോൾ 6 മണിക്കൂറാണ് ആ വീട്ടിൽ സേവ് ചെയ്യാൻ കഴിഞ്ഞത്. സമയത്തിൻ്റെ വിലയാണത്. അത് ഉപ്പക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം, അത് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം, അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഒരു മൾട്ടി ടാസ്കിലേക്ക് പോകാനും പാടില്ല. കാരണം മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി, അല്ലാഹു തആല ഒരു മനുഷ്യന് ഒരു ഹൃദയം, ഒരു ചിന്താധാരയെ കൊടുത്തിട്ടുള്ളൂ എന്നാണ്. ഒറ്റ ഖൽബ്, ഒരാൾക്ക് ഒരു ഖൽബേ ഉള്ളൂ. ആ ഒരു ഖൽബായിട്ട് അയാൾക്ക് ഒരു സമയത്ത് ഒന്നേ ചിന്തിക്കാൻ കഴിയുള്ളൂ, ഒരുപാട് കാര്യം ചിന്തിക്കാൻ കഴിയൂല. അപ്പം നമ്മളെ അവോയ്ഡ് ഡിസ്ട്രാക്റ്റിംഗ് മോഡ്, നമ്മളെ ഡിസ്ട്രാക്ഷൻ നമ്മൾ ഒഴിവാക്കുക. അപ്പം നമ്മളെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ലൈഫിലുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ നല്ല ശീലങ്ങളെ ശീലങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യത്തെ ഞാൻ നിഷ്കരുണം കട്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മൾ അത്യാവശ്യമൊക്കെ വായനാശീലമുള്ള ഒരാളായിരുന്നു എങ്കിൽ ഇപ്പോൾ എൻ്റെ വായനാശീലത്തെ ബ്ലോക്ക് ചെയ്യണത് എൻ്റെ ഫേസ്ബുക്കിനോടുള്ള അടിമത്തമാണ് എന്ന് ഒരാൾ തിരിച്ചറിഞ്ഞാൽ, ആ FB അയാൾ മനഃപൂർവ്വം സാഹസത്തോടു കൂടെ കട്ട് ചെയ്ത് അയാളുടെ വായനാശീലത്തേക്ക് തിരിച്ചു വന്നാൽ 2 ദിവസം കൊണ്ട് അയാൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. സംതൃപ്തി ഇല്ലെങ്കിലോ ആ ദുശ്ശീലം ഇങ്ങനെ തുടരും. പിന്നെ ആ വായന മരിക്കാൻ, അയാളും മരിക്കാൻ. അയാളിലൂടെ ഒരു തലമുറ ജീവിച്ചിരുന്നു. അയാളുടെ നല്ല അക്ഷരക്കൂട്ടുകളിലൂടെ അധ്യാപകരാകാം. ഇപ്പോൾ ഒരു വായനാശീലമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ തന്നെ ആവണമെന്നുണ്ടോ? പെയിൻറ്റിങ് പണിക്ക് പോകുന്ന ആൾക്കാർ എത്ര കൃത്യമായി വായിക്കുന്ന ആൾക്കാരുണ്ട്, എന്തൊക്കെ ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട്. ഈ ചിന്ത വേറൊരു സാധനമല്ല, അയാളൊരു വാപ്പയാണ്, അയാൾ 3-4 മക്കളുടെ പിതാവാണ്. അയാൾ വായിച്ച പുസ്തകങ്ങൾ അയാളുടെ എഫക്റ്റീവ് പാരൻറ്റിങ്ങിൽ ഇടപെടാൻ, ഒരു ടീച്ചറെ പോലെ, ഒരു ഗൈഡിനെ പോലെ, ഒരു മെൻറ്ററെ പോലെ. അപ്പോൾ അയാൾ നോട്ട് ഓൺലി എ ഫാദർ, നൗ ഹീസ് എ മെൻറ്റർ. അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ മെൻറ്റീസാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ്, അദ്ദേഹത്തിൻ്റെ തർബിയത്തിൽ വളരുന്ന ആൾക്കാരാണ്. എൻ്റെ ഉപ്പ എന്നെ അങ്ങനെ പഠിപ്പിച്ചത്, എൻ്റെ ഉപ്പ എനിക്ക് പകർന്നു നൽകിയ ശീലം അതാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഭവ്യതയോടുകൂടെയാണ് ആ കുട്ടി അത് വിളിച്ചു പറഞ്ഞത് ലോകത്തോട്. കാരണം ഉപ്പ പകർന്ന സുശീലം, നല്ല ശീലത്തെ ഈ കുട്ടി ഒരു സിഗ്നേച്ചറാക്കി മാറ്റാൻ. അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യം നമുക്കാർക്കും ചെയ്തു തീർക്കാൻ കഴിയൂല, അല്ലേ? അറബിയിലൊരു ചൊല്ലുണ്ട്, ത്വലബുൽ കുല്ലി ഫൗത്തുൽ കുല്ലി. എല്ലാം ഒരു സമയത്ത് ആർജിച്ചെടുക്കുക എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെടുത്തുന്നതിന് സമാനമാണ്. അങ്ങനെ കഴിയൂല. വളരെ പതിയെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമല്ലോ, അത് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രാക്ഷൻ മോഡിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നർത്ഥം. അപ്പോൾ അതിൽ ഏകോപനം, ഖുശൂഉ, ഹുളൂറുൽ ഖൽബ്, ഇസ്ലാം പറഞ്ഞല്ലോ. നിസ്കാരത്തിന് ഒരാൾ തക്ബീർ കെട്ടുമ്പോൾ അയാൾ വേണ്ടത്, അയാളെ മനസ്സാണ് പഠിച്ചവന് വേണ്ടത്. നോക്ക് നിങ്ങൾ, ഉദ്ഹിയ്യത്ത് അറക്കണ നേരത്തെ അള്ളാഹു പറഞ്ഞ എന്താ? ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിൻ്റെ ചോരയും മാംസവും അല്ല അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അറുക്കുന്ന നേരത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുടിയിരുത്തിയ ചിന്തയാണ്, പ്രതിജ്ഞയാണ്, നീയത്താണ്, ഭയഭക്തിയുടെ മൂർച്ചയാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പറന്നു പോകുന്നത്. അപ്പം റബ്ബ് സ്വീകരിക്കുന്നത് കൽബിനെയാണ്. അള്ളാഹുവിന് വേണ്ടി തക്ബീർ കെട്ടുന്നൊരു മനുഷ്യൻ പറയുന്നത്, ഉസല്ലി ഫർള സ്വലാത്തി ളുഹ്രി, ഞാൻ ളുഹ്ർ നിസ്കരിക്കുകയാണ്, ഇമാമോട് കൂടെയാണ്, ഖിബ്ലക്ക് മുന്നിട്ടിട്ടാണ്, അതാ ആയിട്ടാണ്. ആർക്ക് വേണ്ടിയാണ്? ലില്ലാഹി തആല, എൻ്റെ പരിശുദ്ധവാനായ ആരാധ്യനായ പരിശുദ്ധ റബ്ബിന് വേണ്ടിയാണ്. ഞാൻ അവൻ്റെ അടിമയാണ്.
അടിമയെന്ന അർത്ഥത്തിൽ ഉടമക്ക് നിർവഹിക്കേണ്ട കടമ എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ നിർവഹിക്കുന്നത്, എൻ്റെ ശരീരം കൊണ്ടുപോലുമല്ല. അപ്പം നമ്മൾ ശരീരം കൊണ്ട് പള്ളിയിലാണ്, നമ്മുടെ മനസ്സ് പള്ളിയുടെ പുറത്താണ്, നമ്മുടെ മനസ്സ് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലാണ്. ഒരിക്കലും അള്ളാഹുവിന് അങ്ങനെയുള്ള ആരാധന വേണ്ട എന്നർത്ഥം. അള്ളാഹുവിന് വേണ്ടത് ഖുശുവാൻ. ഇപ്പം കൽബ് കൊണ്ട് ഹൃദയം, അതിനാണ് ഈ ഹൃദയപരത എന്ന് നമ്മൾ പറയുന്നത്. അത് ലൈഫിലേക്കൊന്ന് പറിച്ചു കേട്ടോക്ക്, അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ലൈക്ക് TV അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, നമ്മുടെ ഈ സ്ക്രീൻ ലൈഫ്, ഇതൊക്കെ ഒരർത്ഥത്തിൽ നമ്മളെ ചെങ്ങല, നമ്മൾ ഫിസിക്കലി അങ്ങനെ ഒരു ചെങ്ങല കാണുന്നില്ലെങ്കിലും ഏതോ ഒരു അദൃശ്യമായ ചെങ്ങലയിൽ നമ്മളൊക്കെ തളച്ചിടപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മളെ പഴയ ശീലങ്ങളൊന്നും ഇന്ന് നമ്മളെ കൂടെ ഇല്ലല്ലോ, നമ്മളെ പഴയ ചിരി ഇന്ന് നമ്മളോട് കൂടെ ഇല്ലല്ലോ. അപ്പോൾ ഒരു പുതിയ മുഹറമിൻ്റെ തുടക്കത്തിൽ ഒരു പ്രതിജ്ഞ, ഞാനൊരു മനുഷ്യനാകും എന്നൊരു പ്രതിജ്ഞ. മൻ അത്അമ അത്അം, ആരാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അലാനൽ കലാം, ആരാണ് അങ്ങോട്ടുള്ള പ്രയാണത്തിൽ സംസാരങ്ങളെ ശ്രദ്ധിക്കുന്നത്, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത്, അദാമസുയാം, സുന്നത്തായ നോമ്പുകളെ എടുക്കുന്നത് ആരാണ്. മുഹറം വരികയാണ്, മുഹറത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ നോമ്പ് നോൽക്കാൻ ശ്രേഷ്ഠതയുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്. അവിടെ ഷഹ്റുല്ലാ എന്നാണ് പറഞ്ഞത്. ഷഹ്റുല്ലാ, അള്ളാൻ്റെ മാസം എന്ന് പറഞ്ഞാൽ മുഹറം. നീ നമ്മൾ നാളെ സ്വീകരിക്കാൻ പോകുന്ന മാസത്തെ പറ്റി പറയാൻ ഷഹ്റുല്ലാ. ഏതുപോലെ അൻ തൊഹിറ ബൈത്തിയ ലിത്വാഇഫീൻ, തവാഫ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധമാക്കണം, പരിശുദ്ധമാക്കണം എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. ബൈത്തിയ അല്ലേ, എൻ്റെ വീടാണ് കഅബ. അപ്പോൾ ആ കഅബക്ക് അള്ളാഹു കൊടുത്തൊരു പ്രാധാന്യം. ഖുർആനിൽ അള്ളാഹു സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി പറയുന്നുണ്ട്. നാഖത്തല്ലാഹി വസുഖിയാഹാ, അള്ളാഹുവിൻ്റെ ഒട്ടകം, സ്വാലിഹ് നബിയുടെ ഒട്ടകം എന്ന് പ്രയോഗിക്കുന്നതിന് പകരം നാഖത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒട്ടകം. എന്താ ആ ജീവിക്ക് അള്ളാഹു കൊടുത്തൊരു ഒരു പ്രത്യേകത അറിയിക്കാനാണ്. അതുപോലെയാണ് നബിതങ്ങൾ മുഹറം മാസത്തിലെ നോമ്പിനെ പറ്റി പറഞ്ഞത്. അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്. അപ്പോൾ ആ മുഹറമിനെ അതിൻ്റെ ഒരു പ്രാധാന്യത്തോടെ കാണാം. അവിടെയും സമയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് കഴിയുമെന്നർത്ഥം. അപ്പോൾ നമ്മളൊരു മൈൻഡ്ഫുൾനെസ്, അതിൻ്റെ ഒരു പ്രാക്ടീസ് മോഡിലേക്ക് പോവുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ തന്നെ ഹുളൂറുൽ ഖൽബ്, സ്കരിക്കുന്ന നേരത്ത് സ്വഹാബ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഹുളൂറുൽ ഖൽബാണ്. മദീനത്തെ പള്ളിയിൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. അതുതന്നെയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഹുളൂർ ഖൽബ് ഇവിടെ ഹാദിറാവുക. നമ്മളൊരു ദിവസം ആ വിഷയം മാത്രം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖൽബ് ഹാദിറ, തക്ബീർ കെട്ടി അല്ലേ, അതോടുകൂടെ നമ്മളെ ഖൽബ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുക. സലാം വീട്ടിയതിൻ്റെ ശേഷമാണ് പിന്നെ ആൾ പള്ളിക്ക് കയറി വരുന്നത്. നമ്മൾ ഫിസിക്കലി ഇവിടെ ഉണ്ടായി ഒരു കാര്യമില്ല. അവിടെ ഹുളൂർ, ഇവിടെ ഹാദിറാകേണ്ടത്, ഇവിടെ സഫ് കെട്ടേണ്ടത്, ഇവിടെ തക്ബീർ കെട്ടേണ്ടത്, ഇവിടെ സുജൂദ് ചെയ്യേണ്ടത് നമ്മളല്ല, നമ്മുടെ ഖൽബാണ്. ഇങ്ങനെ ഓരോ കർമ്മത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ പിന്നെ ആർക്കോനും വേണ്ടി ഓക്കാനിക്കുന്ന ഒരു പ്രക്രിയ നമ്മളെടുത്തുണ്ടാകില്ല. അയൽപക്ക ബന്ധം ചേർക്കുകയാണെങ്കിൽ അത് ഹുളൂറുൽ ഖൽബോട് കൂടെ ആയിരിക്കും. ഭാര്യയോട് സംസാരിക്കുകയാണെങ്കിൽ അത് ഹുളൂറുൽ ഖൽബോട് കൂടെ ആയിരിക്കും. അതിനൊക്കെ അള്ളാഹു കൂലി തരാണല്ലോ. ഈ ഹുളൂറുൽ ഖൽബില്ലെങ്കിലോ കൂലി പോവാൻ, കൂലി നഷ്ടപ്പെടാൻ. അങ്ങനെ ഓരോ മിനിറ്റിലും നമ്മൾ ജീവിക്കുക. ഇപ്പം എന്ന് പറഞ്ഞാൽ ചില മണിക്കൂറിലൊക്കെ നമ്മൾ ഡെഡായി പോകുന്നുണ്ട്, ദിവസങ്ങളോളം നമ്മൾ മരിച്ചെടുക്കുന്നുണ്ട്. അപ്പം റസൂലുള്ളാഹി തങ്ങൾ സമയത്തിൻ്റെ വില പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞ എന്താ, ഓരോ മിനിറ്റിലും നിങ്ങൾ ഹയാത്തുള്ള ആൾക്കാരാവാൻ. അപ്പം നമ്മൾ ഓക്സിജൻ ശ്വസിക്കേണ്ടത് എന്നുള്ളതല്ല നമ്മൾ അല്ലേ. ഇപ്പം മലയാളത്തിലൊരു ചൊല്ലില്ലേ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവശവം എന്നൊക്കെ പറയില്ലേ, ആൾ ശവമാണ് പക്ഷെ ജീവനുണ്ട്. ഒരു പ്രതിമ പോലെ ഫ്രീസായിട്ട് കിടക്കുകയാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ പരോപകാരമില്ലാത്ത, ഒരു ഹൈറും ഷെറും ഇല്ലാതെ എങ്ങനെ ജീവിക്കുക, അങ്ങനെയല്ല. എന്ത് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ? ഓരോ മിനിറ്റിലും ജീവിക്കുക, ഓരോ മിനിറ്റിലും എവറി മൊമെൻറ്റ് നമ്മൾ ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഓരോ മിനിറ്റിലും ജീവിക്കാൻ ഒരു മനുഷ്യന് സക്രിയമായ ഏതെങ്കിലും കാര്യത്തിൽ മുഴുകിയാൽ മതി എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ദി ഗോൾ ഷുഡ് ബി ചാലഞ്ച് യുവർ സെൽഫ്.
നിൻ്റെ ഗോൾസ് നിന്നെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ നമ്മളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നീ അത് തീർക്കുക എന്നാണ് നഫ്സേ നീ ഇന്നലെ സന്ധ്യ നേരത്തെ പ്രതിജ്ഞ എടുത്തത് എന്ന് നമ്മളെ മനസ്സ് നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാ നമ്മളെ ചാലഞ്ച് ചെയ്യേണ്ടത്? നമ്മളെ ഗോൾസാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ, നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ നമ്മളെ ഗോൾസ് തന്നെയാണ് നമ്മളെ ചാലഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും അലേർട്ടായി, എപ്പോഴും ലൈവായി, ഒരു ഡെഡ് മോഡിലേക്ക് പോവാതെ, മരിച്ചൊരു മയ്യത്തായി മാറാതെ നമ്മളങ്ങനെ ജീവിക്കും. അവന് പിന്നെ നേരം ഉണ്ടാവില്ല. അവിശ്രമം എന്ന് പറയില്ല നമ്മൾ, വിശ്രമമില്ലാത്ത ജീവിതത്തിനാണ് നമ്മളത് പറയുക. അയാൾക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്തതിലേക്ക് ഇറങ്ങൂ നബിയേ. ആയിഷ ബീവി പറയാൻ, അങ്ങനെ ഒന്നിൽ നിന്ന് വിരമിക്കുമ്പോഴേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന പരിശുദ്ധ ഭർത്താവിനെ ഞാൻ കണ്ടത് മാ യുറാ ഫാരിഗൻ ഖത്തു, ഒരിക്കലും ഫ്രീ ആയിരിക്കുന്ന മുഹമ്മദ് പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ഫ്രീ ആയിരിക്കുന്ന, 1000 കൊല്ലം ഒരു മനുഷ്യൻ പട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ അഭിലഷണീയം അരനിമിഷം ഒരു പുലിയായി ജീവിക്കലാണ്. അതാണ് ഓരോ മിനിറ്റിലും ജീവിക്കുക, ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക, നമ്മളെ തടസ്സങ്ങളെ നമ്മൾ നീക്കുക. അതിന് നമുക്ക് എനർജി നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന ഒരു നല്ല പാർട്ട്ണറെ നമ്മൾ ഹയർ ചെയ്യണം. നമ്മളെ ലൈഫ് പാർട്ട്ണർഷിപ്പിലേക്ക്, നമ്മളെ ബിസിനസ് പാർട്ട്ണർഷിപ്പിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ചില സുഹൃത്തുക്കളുണ്ട്, ആ സുഹൃത്ത് കയറി വന്നതിൻ്റെ ശേഷമാണ് നമ്മളെ ജീവിതത്തിനൊരു താളം ഉണ്ടായത് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണ്? അവൻ ക്രിയേറ്റിംഗ് മോഡിൽ ജീവിക്കുന്ന ആളാണ്, പോസിറ്റീവ് വൈബിൽ ജീവിക്കുന്ന ആളാണ്, റിമാർക്സ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ എൻ്റെ ഉദാസീനതയെ എറൈസ് ചെയ്ത് കളഞ്ഞു. അവനൊരു എറൈസറായിരുന്നു. ഒരു പെൻസിൽ കൊണ്ട് കോപ്പി എഴുതാൻ പഠിപ്പിച്ച LKGയിലെ സ്കൂൾ ടീച്ചറെ പോലെ എൻ്റെ തെറ്റുകളെ എറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച മൈ ബെറ്റർ പാർട്ട്ണർ, അവനാണ് എൻ്റെ സുഹൃത്ത്. അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, എന്ത് ജലീസുൽ ഖൈർ ഹാമിലുൽ മിസ്ക് വനാഫിഖുൽ കീർ, സുഗന്ധം ചുമന്നവനെ പോലെയുള്ള സൗഹൃദം. അവൻ സുഗന്ധം, പെർഫ്യൂമിൻ്റെ കച്ചവടക്കാരനെ പോലെയാണ്. അവൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നൽകുന്നത് സുഗന്ധമാണ്. അവൻ്റെ കൂട്ടുകാരല്ലേ, പേക്കൂല, അവൻ്റെ കൂട്ടുകെട്ടുള്ള കുട്ടിയല്ലേ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു താളം ഉണ്ടായി, നീ ഇങ്ങനെ പഠിക്കണം, ഇത്ര നേരം പഠിക്കണം, ഇത്ര നേരം ഓതണം, ഇത്ര നേരം എക്സസൈസ് ചെയ്യണം, ഇത്ര നേരം PSCക്ക് വേണ്ടി ഒരുങ്ങണം, ഇത്ര നേരം മെഡിറ്റേഷനിലേക്ക് പോകണം, ഇത്ര നേരം കുടുംബത്തെ നോക്കണം. അവനാണ് എൻ്റെ ലൈഫിന് ടൈം തന്നത്, സമയത്തിൻ്റെ വില തന്നത്. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിൻ്റെ ശേഷം എന്ന് പറയും. എന്നാൽ ജലീസ് സൂ ഉണ്ട്, ബാഡ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആളുണ്ട്. അത്രയും കാലം നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന ഓർഡറിനെ മുഴുവൻ ഡെമോളിഷ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ തന്നവനാണ് അവൻ. 10 മാസം കൊണ്ട് അവൻ എന്നെ കുത്തുപാളെടുപ്പിച്ചു, എൻ്റെ പഠനങ്ങൾ ഉഴപ്പി, ലഹരി തന്നു, MDMA എന്ത് എന്നെ പഠിപ്പിച്ചു, ഹൈബ്രിഡ് കഞ്ചാവും തമ്മിലുള്ള വ്യത്യാസം ടേസ്റ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാകൂ എന്നവൻ മോട്ടിവേറ്റ് ചെയ്തു. കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കി തന്നു, മഹലിൽ നിന്ന് എന്നെ പുറത്താക്കി തന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ടൊരു ജീവിതം ഞാൻ നയിക്കുകയാണ്. ബാങ്ക്രപ്റ്റ് വന്നിട്ട് കടക്കണി കൊണ്ട് മുടിഞ്ഞു. ഇന്ന് എന്നെ സഹായിക്കാൻ അവനില്ല. പക്ഷേ ഈ ഓരോ തിന്മകളിലും അവൻ്റെ ഒരു പങ്കുണ്ട് എന്ന് ചില സുഹൃത്തിനെ പറ്റി പറയും. അപ്പോൾ ജലീസ്, നല്ല ജലീസും ഉണ്ട്, ചീത്ത ജലീസും ഉണ്ട്. ഈ നല്ല ജലീസിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പുനർവിചിന്തനത്തിൻ്റെ അവസരമായി ഈ മുഹറമിൻ്റെ മുറ്റത്ത് നമ്മൾ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു അവസരത്തെ അങ്ങനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ നോട്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. ലൈഫിൽ ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നുള്ളൊരു വാദം, ഒരു ആർഗ്യുമെൻറ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പരിപാടി കണ്ട് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാൻ. ഇവൻ എന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ വായിക്കൂല, ഇവൻ പ്രവർത്തിക്കൂല, ഇവൻ ചിന്തിക്കൂല, ഇവൻ പഠിക്കൂല. കാരണം എന്താണ്? അവനൊരു ടാർഗറ്റ് മുമ്പ് വെച്ചിട്ടുണ്ട്, അതാണ്ട് കഴിയട്ടെ. അത് കഴിയുമ്പോൾ അടുത്ത് വരുവാന് ഇങ്ങനെ കാരണം പറഞ്ഞ് നീട്ടിവെച്ച് ഇങ്ങനെ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്. എല്ലാം പോസ്റ്റ്പോൺ ചെയ്യാൻ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, തെര നിന്നിട്ട് കടലിലിറങ്ങാൻ. ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ അത്? ആ തെരൊന്ന് നിൽക്കട്ടെ, എങ്ങോട്ട് ഞാൻ ഇറങ്ങിയോളാം. ഇറങ്ങണേന് എനിക്ക് വിഷമമൊന്നുമില്ല, അതിലേക്ക് പേടിയില്ല. കടൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പേടിക്കണ ഒരു സാധനമല്ല. ഞാൻ ഇറങ്ങി അതിൻ്റെ ആഴം വരെ പോകും. പക്ഷേ ഈ തെരൊന്ന് നിൽക്കട്ടെ. എന്താ? ഓനെ ചെയ്യാൻ പോകണില്ല, അങ്ങോട്ട് പോരീന്ന് പറയും ബാക്കിയുള്ളവർ.
ഈ പറഞ്ഞ പരിപാടിയാണ് ഈ പെർഫെക്ഷനിസ്റ്റിൻ്റെ പരിപാടി. കുടുംബത്തിൽ അങ്ങനെ ഒറ്റ ആളുണ്ടായാൽ മതി, ഇവൻ ആളുകളെ ഗൈഡ് ലൈനിൽ ചെയ്യുക, എല്ലാവരും പഴപ്പിക്കും. എന്നാ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നല്ലത് ചെയ്യുന്ന മക്കളുടെ ടൈം ഷെഡ്യൂളിനെ പോലും ഡിസോർഡർ ചെയ്യാം. ഫൈദ ഫറഗ്ത ഫൻസബ്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ഇറങ്ങണം. അത് മുഹറമിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഹാപ്പി ന്യൂ ഇയർ ഇവിടെയാണ്. കുല്ല ആം വഅൻതും ബിഖൈർ, അറബികൾ പറഞ്ഞിട്ടില്ലേ, മാസം കണ്ടാൽ ഈ ഒരു വർഷം എനർജിയുടെ, ഐശ്വര്യത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിജയത്തിൻ്റെ വർഷമാകട്ടെ ആശംസിക്കുകയാണ്. ആശംസയോടുകൂടെ പ്രവർത്തിക്കും കൂടി ചെയ്യാൻ. അപ്പം അതിനാണ് ഇൻ്റർവെല്ല് തരുന്ന ഇസ്ലാം. നോക്കുകൾ റമദാൻ കഴിഞ്ഞു, ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. റമദാൻ ഇങ്ങോട്ട് കഴിഞ്ഞ് റമദാൻ്റെ ഒരു എനർജി ബൂസ്റ്റിങ്ങിൽ നമ്മളിങ്ങനെ പോന്ന്, പിന്നെ ഒരു ബ്രേക്ക് കിട്ടി. ആ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ദുൽഹജ്ജിലേക്ക് കടക്കുകയാണ്. പിന്നെ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ പോരിശ നമ്മൾ ഓർക്കുകയാണ്, നോമ്പ് പിടിക്കുകയാണ്, ഹാജിമാരെ യാത്ര അയക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സായി ഒരു ബ്രേക്ക് കിട്ടിയപ്പോഴേക്ക് നെക്സ്റ്റ് മുഹറം എത്തി. ഇനി മുഹറത്തെ സാമോദം സ്വീകരിക്കുകയാണ്, ഭവ്യതയോടുകൂടെ അതിനെ പുൽകുകയാണ്. അത് കഴിഞ്ഞാൽ ഇനി മുഹറം കഴിഞ്ഞ ഒരു ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ വരികയാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ ഓർക്കുകയാണ്, മൗലിദ് ചൊല്ലുകയാണ്, മദ്ഹ് കീർത്തനങ്ങൾ ഉരുവിടുകയാണ്. അത് കഴിഞ്ഞ് ഒരു ഷോർട്ട് ബ്രേക്ക്. പിന്നെ റജബ് വരികയാണ്. റജബ് വരുമ്പോൾ റജബിൻ്റെ അലിയൊലികളിൽ നമ്മൾ നിർവൃതി അടയാണ്. റജബ് ഇങ്ങോട്ട് കഴിയുമ്പോഴേക്ക് പിന്നെ റമദാനിനെ സ്വീകരിക്കലായി. റമദാനിനെ സ്വീകരിച്ച് കഴിഞ്ഞൊരു ബ്രേക്ക് കിട്ടുമ്പോഴേക്ക് ദുൽഹജ്ജിനെ വീണ്ടും സ്വീകരിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന് നമ്മളൊരു ദുൽഹജ്ജിനെ യാത്രയാക്കുകയാണ്. ഇനി അടുത്ത ദുൽഹജ്ജിനെ സ്വീകരിക്കാൻ ഈ 2-3 ഇൻ്റർവെൽസേ ഉള്ളൂ. അപ്പോഴേക്ക് നമുക്കൊരു വയസ്സ് വീണ്ടും കഴിഞ്ഞു കടന്നു. നമ്മൾ ഖബറിലേക്ക് എത്താനുള്ള സഞ്ചാര വഴികളിൽ ഒരു കൊല്ലം കൂടി ഖബർക്കടുത്തു. 1 മിനിറ്റ് നമുക്ക് പോയാൽ എൻ്റെ മരണത്തിലേക്ക് ഞാൻ 1 മിനിറ്റ് കൂടി മിസ് ചെയ്തു, ഒന്നുകൂടി അടുത്തു എന്ന് പറയുന്ന ബുദ്ധിജീവികളുണ്ടായിരുന്നു. അങ്ങനെ സമയത്തെ പുനഃക്രമീകരിക്കാൻ സാധ്യമായാൽ പഠിക്കാൻ, ബന്ധങ്ങളെ പുലർത്താൻ, ഒരു മനുഷ്യനായി ജീവിക്കാൻ ഒക്കെ ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ പുറത്തേക്ക് വരും. നമ്മൾ മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ഒരാളായി മാറും. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ സമയങ്ങളെ ക്രമീകരിക്കാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ. അങ്ങനെ ലക്ഷ്യത്തോടു കൂടെ പോവുക, അല്ലേ? ഉത്തർപ്രദേശിൽ നിന്ന് UP-യിലെ ലക്നോയിലെ ശുഭാംശു ശുക്ല ഇന്ന് എവിടെയാണ്? ഇന്നലെ സന്ധ്യാനേരത്ത് 4 മണിയോടുകൂടെ 146 കോടി ഭാരതീയൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് പോലെ, നമ്മുടെ പ്രാർത്ഥന പോലെ ശുഭാംശു ശുക്ല ബഹിരാകാശ പേടകത്തിലേക്ക് ചേക്കേറി. 28 മണിക്കൂർ യാത്രയാണ്. പക്ഷേ ആ 28 മണിക്കൂർ കഴിഞ്ഞ് ബഹിരാകാശ പേടകത്തിൽ ഒരു ഇന്ത്യൻ വംശജൻ എത്തിച്ചേരാനുള്ള പ്രയാണത്തിൻ്റെ പിറകിൽ ഈ ശുഭാംശു എന്ന് പറഞ്ഞ ഈ കൊച്ചു ചെറുപ്പക്കാരൻ സഹിച്ച ത്യാഗങ്ങളെ, അതിനുവേണ്ടി എടുത്ത എഫേർട്ട്, ഇപ്പോൾ ആ പോയ പേടകത്തിൻ്റെ പൈലറ്റിൻ്റെ റോളിലാണ് ശുഭാംശു ശുക്ല എന്ന ഇന്ത്യൻ വംശജനുള്ളത്, അല്ലേ? അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയൊരു പ്രയാണമുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം ത്യജിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, നല്ല ഒരു പ്രാപ്തിയിലേക്ക് ഒരു മനുഷ്യന് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ശുഭസൂചന അദ്ദേഹം നൽകുന്നുണ്ട്. നമ്മളെ കേരളത്തിന് അഭിമാനിക്കാനുള്ള വകയുണ്ട്. കാരണം നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് കുറേ വിത്ത് ഇനങ്ങളെ ബഹിരാകാശത്തേക്ക് പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവിടെ 0 ഗ്രാവിറ്റിയാണ് ഉള്ളത്. അപ്പോൾ 0 ഗ്രാവിറ്റിയിൽ ഒരു മനുഷ്യൻ ബലൂണ് പോലെ നീന്തി തുടിക്കുന്ന ഒരു സ്പേസിൻ്റെ ഉള്ളിൽ മണ്ണിൽ വളരുന്ന സസ്യം ഏത് രീതിയിൽ വളരുമെന്ന ഒരു വലിയ പരീക്ഷണത്തിന് അപ്പോൾ കേരളത്തിൻ്റെ കൂടി കയ്യൊപ്പം അവിടെ വരാൻ പോവാൻ. അങ്ങനെ ഒരുപാട് ഇൻവെൻഷനുകൾ ഇവിടെ ലോകത്ത് ജനിക്കുമ്പോൾ നമുക്കൊക്കെ ഖുർആനിനെ, ഇസ്ലാമിനെ, മുസ്ലിമിനെ, വിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ആശയങ്ങൾക്ക് അഭിമാനകരമായിരിക്കുന്നൊരു കാലിക പ്രസക്തി കൂടി ലഭിക്കുകയാണ്. കാരണം സ്പേസ് ഇസ്ലാമിന് അന്യല്ല, അത് ഖുർആനിൻ്റെ ഒരു ഭാഷയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വായന പുതിയ ലോകത്ത് സജീവമാകട്ടെ. ഇസ്ലാം ഇസ്സത്തോടുകൂടെ ജയിക്കട്ടെ. ഇപ്പോൾ ഇറാൻ്റെ ഒരു കാര്യം, ഇറാനൊപ്പം ലോകം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര കാര്യം ലോകത്തിൻ്റെ ചിത്രത്തിലില്ലാത്തൊരു രാജ്യത്തെ എങ്ങനെയാണ് ഇങ്ങനെ ചെറുത്ത് നിന്നത്, എങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു അപ്പോസ്തലനെ കീഴടക്കിയത്? തകർന്ന് തരിപ്പണമായ പോലെയല്ലേ ഇസ്രായേൽ ഇപ്പം നിൽക്കുന്നത്, അല്ലേ? ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ എഡ്യൂക്കേഷൻ പോളിസി, എക്കണോമിക്കൽ പോളിസി, ആ രാജ്യത്തിൻ്റെ നിലപാടുകൾ എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ. അങ്ങനെ നമുക്ക് ജീവിതത്തെ കരുപിടിപ്പിക്കാൻ സാധ്യമാകട്ടെ. അള്ളാഹു ഇസ്സത്തോടു കൂടെയുള്ളൊരു ജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ വഅഇസ്സനാ വഅഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.